കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? അതിനെ ഒരു അഭിനേത്രിന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. AMMA അങ്ങനെ AMMA ഒക്കെ അടിച്ചു പിരിച്ച് വിട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ AMMയിൽ നടക്കുന്ന വെറും വർഗീയതയാണ്. കാരണം ഞെട്ടിക്കുന്ന മാലാപാർവതിയുടെ ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യൽ വീഡിയോ. കാരണം വർഗീയതയ്ക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വർഗീയത വെച്ച് പൊറുപ്പിക്കത്തില്ല. ഏതവൻ കാണിച്ചാലും ഏത് സ്ഥലത്തിരുന്ന് കാണിച്ചാലും, അതിന് സിനിമ ആയിക്കോട്ടെ, അതിന് അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, എവിടെ ഇരുന്നാലും ഏതെങ്കിലും ഒരുത്തം വർഗീയത കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും, വലിച്ചു കീറി ഒട്ടിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. വർഗീയത വെച്ച് പൊറുപ്പിക്കത്തില്ല. ഇവിടെ അൻസിബ മുസ്ലിം ആയതുകൊണ്ട് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അൻസിബ മുസ്ലിം ആയതുകൊണ്ട് അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് വർഗീയ വിഷം കുത്തിവെച്ച് അൻസിബയെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അവിടെ നടന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ അവിടെ മുസ്ലിങ്ങൾ വേണം. ഏത് മേഖല എടുത്താലും അവിടെ മുസ്ലിങ്ങൾ തന്നെ വേണം. മുസ്ലിങ്ങളെ പണം വേണം, എല്ലാം വേണം. എന്നിട്ട് മുസ്ലിങ്ങളെ വർഗീയതയുടെ പേരിൽ ഇതുപോലെ പിന്നിൽ നിന്ന് കുത്തി നാശിപ്പിച്ച് നാറായണക്കല്ലാക്കുന്ന പരിപാടികളാണ് കാണുന്നത്. ഇപ്പം ഇതേപോലെ അമ്മയുടെ ഈ AMM, അമ്മയെന്ന് പറയാൻ തന്നെ ഉളുപ്പ് തോന്നുന്നു എനിക്ക്. AMM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ കയറി ഇരുന്നിട്ട് പല വർഗീയതവാദികളും അൻസിബ എന്ന് പറയുന്ന കുട്ടിയെ വർഗീയ വിഷം കുത്തിവെച്ച് പുറത്താക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലേ. ഇതിനെതിരെ നമ്മൾ വർഗീയത എവിടെ കണ്ടാലും വിടത്തില്ല മക്കളെ, വിടത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മാലാപാർവതി ഇവരും ഉൾപ്പെടുന്നതാണല്ലോ AMMA. മാലാപാർവതിയുടെ നെറ്റിക്കുന്നൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കേ. വർഗീയത ആര് കൊണ്ട് കിടന്നാലും അത് വെച്ച് പുറപ്പിക്കത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ മാലാപാർവതി പറയുന്ന ഞെട്ടിക്കുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കേ. അൻസിബ എന്നൊരു കുട്ടിക്ക് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് വന്നിട്ടുള്ളൊരു ഒരു വിഷയം ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിൽ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഇതിനകത്തിരിക്കുന്ന സ്ത്രീകൾ എന്ത് പിന്തുണയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്? ഒരു പിന്തുണയും കൊടുത്തില്ല. ലാസ്റ്റ് എല്ലാം തലയിലാവുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൊണ്ട് രാജിവെച്ച് പോകുന്നു. നാണമില്ലേ നിനക്കൊക്കെ രാജിവെച്ച് പോകാൻ? ജനങ്ങളുടെ പൈസയും കൊണ്ടിട്ട് ഈ കിടന്ന് വിലസ് കാണിച്ചിട്ട് അതിൽ നിന്നും കൈയിട്ട് ഏകദേശം 68 ലക്ഷം രൂപയോളം AMMയിൽ ഈ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് കണക്ക് നോക്കിയപ്പോഴത്തേക്ക് 68 ലക്ഷം രൂപ ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുന്തളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയെന്നാണ് പറയുന്നത്. പൈസ കണക്ക് പോലും അവിടെ ശരിയല്ല. അപ്പം ഇതിനകത്ത് നടക്കുന്ന വൻ അഴിമതിയും അതുപോലെ എല്ലാ പരിപാടിയും എല്ലാ തെണ്ടിത്തരവും ഇതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അതെന്തോ ആയിക്കോട്ടെ, എന്ത് തെണ്ടിത്തരം വേണം കാണിച്ചിട്ട്, പക്ഷെ വർഗീയത മാത്രം വെച്ച് പുറപ്പിക്കത്തില്ല മക്കളെ, വെച്ച് പുറപ്പിക്കത്തില്ല. അൻസിബയ്ക്കെതിരെ വർഗീയ വിഷം തുപ്പി അൻസിബ മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് നടത്തിയേക്കുന്നത്. ഇത് നമ്മൾ അംഗീകരിക്കത്തില്ല. മുസ്ലിങ്ങളെ പണം കൊണ്ട് ഇവർക്കെല്ലാം ചെയ്യാം. ഇവരൊക്കെ ഇന്ന് ഞെളിഞ്ഞ് നിന്ന് വില കൂടിയ വാഹനങ്ങളിലും വില കൂടിയ ഹോട്ടലിലും വില കൂടിയ ഡ്രസ്സും ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ പണം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയുവാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായാലും മാലാപാർവതി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. വർഗീയത വെച്ച് ഉറപ്പിക്കത്തില്ല. എല്ലാവരും നിങ്ങൾ ഏത് മതത്തിലുള്ള ആൾക്കാരിലോട്ടാണെങ്കിലും വർഗീയത കൊണ്ടുവന്നാൽ മനുഷ്യരെല്ലാം ഒന്നാന്നുള്ളൊരു ചിന്ത വേണം. അത് ഇനി ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഏതവനാണെങ്കിലും ഏത് മതത്തിലുള്ളവനാണെങ്കിലും വർഗീയത കൊണ്ടുവന്നാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇന്ന മതമൊന്നുമില്ല. മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻസ് ഒന്നുമില്ല. ആരാണെങ്കിലും പ്രതികരിക്കും. അൻസിബയ്ക്ക് പകരം വേറൊരാളാണെങ്കിലും, അൻസിബയ്ക്ക് പകരം വേറൊരു മതത്തിലുള്ള ആരാണെങ്കിലും പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് കണ്ടു നോക്കാം മാലാപാർവതി പറയുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. ഈ അൻസിബ പറഞ്ഞ വളരെ ഗുരുതരമായ ആരോപണം, പ്രത്യേകിച്ച് അവരെ മറ്റൊരു രീതിയിലേക്കൊക്കെ വർഗീയമായ രീതിയിൽ പരാമർശം ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അത്രത്തോളം വലിയ അതൊക്കെ അതിന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് അവർ പറഞ്ഞത്. എല്ലാം വളരെ കൃത്യമായ തെളിവ്. എന്തുകൊണ്ടാണ് അമ്പലത്തിലെ പൈസ വാങ്ങണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അവർ വായിച്ചു. അതിൻ്റെ പേരിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം പണം കൊടുക്കാൻ തയ്യാറായ ആ അമ്പലത്തിന് തന്നെ അവരത് ആ കത്ത് അയച്ചു കൊടുക്കുകയും ഒരു മുസ്ലിമായ അൻസിബ
അൻസിബ ഇത് എതിർത്തു എന്ന് പറഞ്ഞ് വിദ്വേഷ പ്രചരണം നടത്തിയെന്നും എല്ലാം പറഞ്ഞ് തെളിവ് സഹിതമാണ് ആ കുട്ടി പറഞ്ഞത്. അതിനെതിരെ ആക്ഷേപമുണ്ടായത് അതിനെ ഒരു അഭിനേത്രിയെന്നോ നടിയെന്നോ മെമ്പറെന്നോ അല്ല, അതിനെ ഒരു മുസ്ലിമായി കണ്ടു, അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ആക്ഷേപ രൂപേണ കണ്ടു എന്നും അതിനെ ടിനി ടോമിനെതിരായ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെയാണോ പറയുന്നത്? ടിനി ടോം മാത്രമല്ല, അത് ഒരു ഗ്രൂപ്പിൻ്റെ ആലോചന എന്നുള്ള പോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇതിന് ഈ കഴിഞ്ഞ ദിവസം അത് ശ്വേത പറഞ്ഞത് തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്നുള്ള ഗുരുതരമായ ഒരു കാര്യമൊക്കെ ശ്വേത പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശ്വേതയ്ക്ക് വിഷമം ഉണ്ടാവും. ഗൂഢാലോചന എന്നുള്ളതല്ലേ ഇത്രയും നാളും നിങ്ങൾ കണ്ടതല്ലേ മാധ്യമങ്ങളിൽ എന്തോ ഒരു വിഴുപ്പലക്കലും എന്തൊരു പ്രശ്നങ്ങൾ. ആദ്യമേ തന്നെ ഈനക്കുറുപ്പിൻ്റെ ഈ വിഷയം വന്നപ്പോൾ ലക്ഷ്മിപ്രീതിക്കെതിരെ ഒരു നടപടി വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതിലേ പോകില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്കെതിരെ ഈ ഭരണസമിതി ഗൂഢാലോചന നടത്തിയാണെന്ന് തിരിച്ചു പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് അവമതിപ്പാണ് ഉണ്ടാക്കിയത്. ആൾക്കാർക്ക് എണീറ്റ് വയ്ക്കാൻ വയ്യാത്ത തരത്തിൽ. ഈ കണക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഉണ്ണി ശിവപാലിന് നിർബന്ധ അവധി കൊടുത്തു. പക്ഷേ ആ സമയത്ത് ബൈലോ പ്രകാരം പിന്നെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനിലേക്കാണ് നോക്കേണ്ടത്. പക്ഷേ അവിടെയൊക്കെ ഒരു മൊത്തത്തിൽ എന്തൊരു ദുരൂഹത, അല്ലെങ്കിൽ കുക്കു പരമേശ്വരൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? അങ്ങനെയാണ്. അല്ല, അവർ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അവരെല്ലാ കാര്യങ്ങളും കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതായത് ഈസി തീരുമാനിക്കാതെ നടത്തിയ ചെലവുകളെക്കുറിച്ചാണ് അൻസിബി പറഞ്ഞത്. അപ്പം പിന്നെ അത് പിന്നെ ആരുടെ ഉത്തരവാദിത്തമാണ്? ഈസി ഒപ്പിട്ട തീരുമാനങ്ങളല്ലാതെ 13, 14, 15, 16 ലക്ഷം രൂപ 13 ലക്ഷം രൂപ ഒരു പ്രോഗ്രാമിന്, ഒരു മ്യൂസിക് പ്രോഗ്രാമിന് കുടുംബസംഘത്തിന് കൊടുത്തു. പിന്നെ 2.5 ലക്ഷം രൂപ ആ മെമ്പറിൻ്റെ ഭർത്താവിന് ഓഡിയോ വിഷ്വൽ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അത് സ്വജനപക്ഷപാതമാണ് എന്ന് ആവർത്തിച്ച് അൻസിബ പറഞ്ഞു. അൻസിബ അഴിമതിയാണെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടെന്നേ. ഇനിയിപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു സ്ത്രീകളുടെ ഒരു സംഘടനയ്ക്ക് ഒരു ഭാരവാഹിത്വം പ്രത്യേകിച്ച് സ്ത്രീകൾ വരുന്നു. പക്ഷേ അത് ഒരു 10 മാസം കൊണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അത് ഒരു വിമൻ കാർഡ് ഇതിനകത്ത് കളിക്കരുത്. ഒരു സ്ത്രീകളെ ജോലി ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. അവരെ ശരിയായി ചെയ്തില്ലേ പിന്നെ ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് കിട്ടുന്നൊരു അവസരത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഓർക്കാൻ. പിന്നെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ രമേശ് പിഷാരടിയുടെയും ഗണേഷ് കുമാറിൻ്റെയും നേതൃത്വത്തിൽ രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള ഈ ഒരു സംഘത്തിലേക്ക് കഴിഞ്ഞ തവണ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ആശാരവിന്ദുണ്ട്. മനസ്സിലായോ? ആശാരവിന്ദിനെ റോണിയും തിരിച്ചെടുത്തിട്ടുണ്ട് ആ ഭരണസമിതി. കേട്ടല്ലോ മാലാ പാർവതി പറഞ്ഞിട്ടുള്ള, ഇവർ പുറത്തുനിന്നും ഉള്ള ആളല്ല, ഇവരും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾ തന്നെയാണ്. ഇവരും സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. AMMA അംഗത്വം എടുത്തിട്ടുള്ള AMMA ഒരു മെമ്പർ കൂടിയാണ്. ഇവർ പറഞ്ഞത് അൻസിബ മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രമാണ് ആ കുട്ടിയുടെ പുറമേ നടന്ന് ഇങ്ങനെ വേട്ടയാടുന്നത്. മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യൻസോ ആരോ ആയിക്കോട്ടെ, ആരുടെ പേരിലാണെങ്കിലും ഇങ്ങനെ വർഗീയത വിഷം തുപ്പിയാൽ പ്രതികരിക്കാൻ ചെയ്യും. അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ അൻസിബയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അറിയാനാണ്. ഇനിയൊരു വീഡിയോ വെച്ച് തരാം. അൻസിബയുടെ കരഞ്ഞുകൊണ്ട് അൻസിബ പരാതി പറയുന്നൊരു വീഡിയോ ഞാൻ കണ്ടു, ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്നിട്ട് പോലും ഒരു സ്ത്രീക്ക്, നമുക്കറിയാലോ ഒരു സ്ത്രീക്ക് ഹേമ കമ്മിറ്റി വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് ഹേമ കമ്മിറ്റി മുക്കിയതൊക്കെ. ഹേമ കമ്മിറ്റി ഒന്നും കൂടെ ആ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പാലവന്മാരും പെടും. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനോടും മമ്മൂക്കയോടുമാണ്. ഈ ഉളുപ്പില്ലാത്ത ഈ വർഗീയത മാത്രം കൊണ്ടു കിടക്കുന്ന ഈ സംഘടനയിൽ നിങ്ങൾ ഇരിക്കില്ല കേട്ടോ, ഇരിക്കില്ല. കാരണം നിങ്ങളോടൊക്കെ നമുക്കൊരു ബഹുമാനമുണ്ട്. അത് കളയരുത്. അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാണ്ടല്ലേ, ഇപ്പം മലയാള സിനിമയിൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഇടവേള ബാബു അങ്ങനെ ഇന്നസെൻറ്റും കുറേ ആളുകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സംഘടനയിൽ കുറേ അലവലാതി ടീംസിനെയൊക്കെ കയറ്റിയിരുത്തി സിനിമയുമായിട്ട് ഏതെങ്കിലും ഒരു സിനിമയെ തല കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ പോലും ഇതിനകത്ത് പിടിച്ചിരുത്തിയിട്ട് കണ്ടില്ലേ, അവസാനം വർഗീയത വരെ ഇതിനകത്ത് വിഷം തുപ്പി ഒഴിക്കുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല. വർഗീയത കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിലാണെങ്കിലും പ്രതികരിക്കുകയും ഏതറ്റം വരെ പോവുകയും ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. അൻസിബയുടെ ഒരു വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാവരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീന കുറുപ്പ് ചേച്ചി വന്നു.
നീനക്കുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെ വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. കേട്ടില്ലേ? ഗതികേട് കൊണ്ടിട്ടാണ് ഇത് സംസാരിക്കുന്നതെന്ന്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ മറുനാടൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. സാജൻ സക്കറിയ പറയുന്നത്, ഞാനിവിടെ ഇനി വി.ഡി. സതീശൻ പറയുന്നത് വർഗീയത വെച്ച് ഉറപ്പിക്കത്തില്ലെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഒരു സംശയം വേണ്ട വി.ഡി. സതീശൻ സാറേ, വർഗീയത ഇത് ഏത് മേഖലയാണെങ്കിലും, സിനിമാ മേഖലയാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് മേഖലയാണെങ്കിലും വർഗീയത തുപ്പിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് നേരിടണം. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല എന്റെ ഒന്നാമത്തെ ലക്ഷ്യം. കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിത്തുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ്. എനിക്ക് രണ്ടാമത്തേയുള്ളൂ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ MLA മുട്ടുമടക്കില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു. കണ്ടില്ലേ? വി.ഡി. സതീശൻ സാർ പറഞ്ഞിട്ടില്ലേ, വർഗീയത വെച്ച് പൊറുപ്പിക്കത്തില്ല ആരാണെങ്കിലും. ഇനി ഞാൻ മറുനാടൻ സാജൻ സക്കറിയ പറയുന്നതും കൂടെ, കഴിഞ്ഞ ദിവസം അമ്മയിൽ നടന്നിട്ടുള്ള പൊട്ടിത്തെറിയും അതുപോലെ കൂട്ടരാജിയും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോലും വകവയ്ക്കാതെ കൂട്ടരാജിവെച്ച് രാജിവെച്ച് കഴിഞ്ഞാൽ എല്ലാ ചുമതലയും അങ്ങോട്ട് മാറിയെന്നാണ് വിചാരിക്കുന്നത്. ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾ ഉത്തരവാദിത്വം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. രാജിവെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കൈയിട്ട് വാരിയ പൈസയുടെ കണക്കും അതുപോലെ വർഗീയ വിഷം തുപ്പിയ ഇതൊക്കെ തെളിവുകളൊക്കെ മാഞ്ഞു പോകുമെന്ന് വിചാരിച്ചോ? മാഞ്ഞു പോകത്തില്ല. സാജൻ സക്കറിയ പറയുന്നത് കൂടെ കേട്ടു. കഴിഞ്ഞ ദിവസം അമ്മയിൽ നടന്നിട്ടുള്ള പൊട്ടിത്തെറികൾ, ലാലേട്ടനൊക്കെ മുഖം തിരിച്ച് നടന്നെന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും ലാലേട്ടനൊക്കെ നാണക്കേടുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ലാലേട്ടനൊക്കെ അവിടെ കയറി നിന്നിട്ടുണ്ടല്ലോ, ഫയർ ചെയ്യേണ്ട സിറ്റുവേഷൻ. ലാലേട്ടൻ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഗതികേട് കൊണ്ടാണ് ആ പരിപാടിയിൽ പോയത്. ഇത് പോലായിരുന്നു. നമ്മളെ മമ്മൂക്ക അതുപോലെ പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ ഒരുപാട് പേര് മാറി നിന്നിട്ടുണ്ട്. കാരണം അവർക്ക് നാണോമാനം ഉളുപ്പും ഉള്ളതുകൊണ്ടാണ് അവർ മാറി നിന്നത്. എന്തൊരു കഷ്ടം നോക്കണേ. വർഗീയത ഫിലിം ഇൻഡസ്ട്രിയിൽ, സിനിമാ മേഖലയിൽ വരെ വർഗീയത കൊണ്ട് വന്നിട്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും മുസ്ലിങ്ങൾ വേണം. ഗൾഫിൽ ഷോ അവതരിപ്പിക്കാനും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും സിനിമാ മേഖല ഏത് മേഖല, സിനിമ എന്നല്ല ഏത് മേഖല എടുത്തു നോക്കിയാലും അവിടെ മുസ്ലിങ്ങൾ വേണം. എന്നിട്ട് അവസാനം മുസ്ലിങ്ങളെ നേരെ വർഗീയ വിഷം കൊണ്ട് തുപ്പിയിടുന്നൊരു ഈ ഒരു കാഴ്ച അത് അംഗീകരിക്കത്തില്ല. മറുനാടൻ സാജൻ സക്കറിയ പറയുന്നത് കൂടെ കേട്ടുപോകെ. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിക്ക് രൂപം കൊടുക്കുന്നു. നിർഭാഗ്യവശാൽ 1 വർഷം തികയ്ക്കുന്നതിന് മുൻപ് ഈ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നു. ഈ രാജിയുടെ പിന്നിൽ വലിയ തൊഴുത്തിൽ കുത്തുണ്ട്. സ്ത്രീപക്ഷത്ത് നിലയുറപ്പിച്ച് ശ്വേതാ മേനോൻ നിലപാടെടുത്തപ്പോൾ, ആർക്കും വഴങ്ങാത്ത ഉത്തരവാദിത്തം കാണിച്ചപ്പോൾ പുരുഷപക്ഷത്തേക്ക് ചേർന്നു നിന്ന് കുക്കു പരമേശ്വരൻ തൻ്റെ പ്രസിഡന്റിനെതിരെ നീക്കം നടത്തുകയും സ്ത്രീകൾ തന്നെ 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നു. അതിനിടയിലാണ് വളരെ ബോൾഡായ നടി അൻസിബ ഹസനെ കരുവാക്കിക്കൊണ്ട് ചില തൽപരകക്ഷികൾ ഈ ബന്ധം വഷളാക്കാൻ നീക്കം നടത്തുന്നത്. ഈ ഭരണസമിതി മുമ്പോട്ട് പോയാൽ കഴിഞ്ഞ ഭരണസമിതിയിൽ ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി അടക്കമുള്ളവ പുറത്തേക്ക് വരുമെന്ന് ഭയന്നിരുന്ന ബാബുരാജ് അടക്കമുള്ളവർ ചരട് വലിച്ച് അറിഞ്ഞോ അറിയാതെയോ അൻസിബയെ മുമ്പിൽ നിർത്തി അംഗം ആരംഭിച്ചു. അൻസിബയും ലക്ഷ്മിപ്രിയയും ഇരുഭാഗത്തായി നിന്ന് പോരാട്ടം തുടർന്നു. വില്ലന്മാരും നായകന്മാരുമൊക്കെ മാറി മാറി വന്നു. ഒന്നിനു പിറകെ ഒന്നായി പോലീസ് കേസുകളും അമ്മയുടെ അച്ചടക്കം പോലും പാലിക്കാതെയുള്ള മാധ്യമ സംഭാഷണങ്ങളും പുറത്തു വന്നു. അങ്ങനെയാണ് ഇന്നലെ അമ്മയുടെ ജനറൽ ബോഡി വിളിക്കുന്നത്. ഈ ജനറൽ ബോഡിയിലെത്തിയ ബാബുരാജ് നേതൃത്വം കൊടുക്കുന്ന പുരുഷ മേധാവികളുടെ ഗ്രൂപ്പിനെ എങ്ങനെയും ശ്വേതാ മേനോന് പുറത്തിറക്കണമെന്ന് വാശിയുണ്ടായിരുന്നു. എന്നാൽ മുതിർന്ന ചില നടന്മാർ അടക്കമുള്ളവർ
ശ്വേതാ മേനോനെ പിന്തുണയ്ക്കുകയും രാജിവെച്ച് ഓടിപ്പോവരുതേ, ദൗത്യം പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അമ്മയുടെ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ ഓടി നടന്ന് ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സയൻസ് സെക്രട്ടറി പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ഇതിനെ പറ്റിയിട്ട്. വർഗീയത എവിടെ കണ്ടാലും നമ്മൾ സംസാരിക്കണം, പ്രതികരിക്കണം, സ്കിപ്പ് ചെയ്ത് വിടാതെ നിങ്ങൾ പ്രതികരിച്ചേ പറ്റൂ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.